നമ്മൾ പറയാൻ പോകുന്നത് കാർപ്പൻട്രി ജോയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് കാർപ്പൻട്രി ആൻഡ് ജോയിൻട്രി എന്നുള്ളത് നോക്കാം. Carpentry, the timber which is to be used for the structural purpose such as doors, windows, frames, trusses, etc. is to be dressed, planed and framed, placed in position. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, നമുക്കറിയാം സ്ട്രക്ചറൽ പർപ്പസുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഡോർസ്, വിൻഡോസ്, ഫ്രെയിംസ്, ട്രസ്, അതുപോലെയുള്ള ഫർണിച്ചേഴ്സ് എല്ലാം സ്ട്രക്ചറൽ പർപ്പസ് തന്നെയാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ടിമ്പറിനെ പ്ലെയിൻ ചെയ്ത് ഫ്രെയിം ചെയ്ത് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് കാർപ്പൻട്രി എന്ന്. അപ്പോൾ എന്താണ് ജോയിൻട്രി എന്ന് നോക്കാം. ജോയിൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ഫിറ്റിങ്ങിനും ഫിനിഷിങ്ങിനും വേണ്ടിയിട്ട് ടിമ്പറിനെ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ജോയിൻട്രി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ജോയിൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ജോയിൻട്രി. ആരാണോ ഈ ടിമ്പർ വെച്ചിട്ട് കാർപ്പൻട്രി വർക്ക് ചെയ്യുന്ന ആൾ, അയാളെ പറയുന്ന പേരാണ് കാർപ്പൻറ്റർ. നെക്സ്റ്റ് വൺ, ടെക്നിക്കൽ ടേംസ് യൂസ്ഡ് ഇൻ കാർപ്പൻട്രി. അപ്പോൾ കാർപ്പൻട്രിയിൽ ഏറ്റവും ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ടേംസ് എന്ന് പറയുന്നത് സോയിങ് ആൻഡ് ഷൂട്ടിംഗ് ആണ്. സോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിമ്പറിനെ കട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ സോ യൂസ് ചെയ്തിട്ടാണ് ടിമ്പർ കട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ആക്സോ, ബ്ലേഡ്സോ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് സോയിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഷൂട്ടിംഗ്. സോ ചെയ്ത ആ ഒരു ടിമ്പറിനെ എഡ്ജസ് ഒക്കെ കറക്റ്റ് ഡ്രസ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് ഡ്രസ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഷൂട്ടിംഗ്. അടുത്തൊരു ടേമാണ് ചാംഫറിങ്. ചാംഫറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോപ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ചാംഫറിങ് എന്ന് പറയുന്നത്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് വിവിധ തരത്തിലുള്ള സ്ലോപ്സ്. അപ്പോൾ അതിൽ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ചാംഫറായിട്ട് കാണിച്ചിട്ടുള്ളത്, ചാംഫേർഡ് എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാംഫേർഡ് എഡ്ജ് ആയിട്ടുള്ള ആ ഒരു സ്ലോപ്പിന് 45 ഡിഗ്രി ആയിരിക്കും. 45 ഡിഗ്രി അല്ലാത്ത സ്ലോപ്പുകൾ ഉണ്ടായിരിക്കും. അതിന് നമ്മൾ പറയുന്നത് ബിവൽഡ് എഡ്ജ് ഓർ ബിവൽ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിമ്പറിനെ ഷേവ് ചെയ്ത് സ്മൂത്താക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് പ്ലാനിങ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്. ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് പ്ലാനർ. നെക്സ്റ്റ് വൺ, മൈട്രിങ് ആൻഡ് സ്ക്രൈബിങ്. മൈട്രിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് വുഡൻ മെമ്പേഴ്സ് ഒരു ആംഗിളിൽ, ഏതെങ്കിലും ഒരു ആംഗിളിൽ ജോയിൻ ചെയ്യുന്നതിനെയാണ് മൈട്രിങ് എന്ന് പറയുന്നത്. സ്ക്രൈബിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ആംഗിളിലാണോ മെമ്പേഴ്സ് ജോയിൻ ചെയ്യുന്നത്, അപ്പോൾ ഒരെണ്ണത്തിൻ്റെ എൻഡ് മറ്റതിൻ്റെ എൻഡിനനുസരിച്ചാണോ ജോയിൻ്റ് വരുന്നത്, അതിനനുസരിച്ചിട്ട് മൗൾഡ് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് സ്ക്രൈബിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, മൗൾഡിങ്. മൗൾഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഷേപ്പിലേക്ക് ആ ഒരു വുഡിനെ മാറ്റുന്ന പ്രോസസ്സാണ്. ഏതാണോ ഷേപ്പ് ആവശ്യമുള്ളത് അതിലേക്ക് അതിനെ ഷേപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മൗൾഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഹാൻഡ് ടൂൾസ് യൂസ് ചെയ്തിട്ട് മൗൾഡ് ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻസ് യൂസ് ചെയ്തിട്ടും മൗൾഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ, റിബേറ്റിംഗ്. റിബേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിമ്പറിൽ റെക്റ്റാങ്കുലർ ഷേപ്പിൽ, ആ ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ള പോലെ റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഗ്രൂവ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റിബേറ്റിംഗ്. നെക്സ്റ്റ് വൺ, ഹൗസിങ്. ഹൗസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടിമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ ഒരു ടിമ്പറിൽ അടുത്ത ടിമ്പറിൻ്റെ എഡ്ജ് തിക്നെസ് എത്രയാണോ ആ എഡ്ജ് തിക്നെസ് അനുസരിച്ചുള്ള ഒരു ഗ്രൂവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അടുത്ത ടിമ്പർ എന്ത് ചെയ്യുന്നില്ല, ഒരു വ്യത്യാസം വരുത്താതെ അതുപോലെ ആ എഡ്ജ് അവിടെ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഗ്രൂവിനകത്ത്
ചെയ്യുന്നത്. അതിനെയാണ് ആ ഒരു പ്രോസസ്സിനെയാണ് ഹൗസിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഗ്രൂവ് ആൻഡ് ഗ്രൂവിങ്. ഗ്രൂവ് ആൻഡ് ഗ്രൂവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിമ്പേഴ്സിൻ്റെ എഡ്ജിലായിട്ട് ഗ്രൂവ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. ജോയിൻ ചെയ്യാനായിട്ട് ഗ്രൂവ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഗ്രൂവ് ആൻഡ് ഗ്രൂവിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൽ ഗ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും, അപ്പോൾ അടുത്ത ഒരു ടിമ്പറിൽ എന്തായിരിക്കും, ആ ഗ്രൂവിനകത്തേക്ക് കയറാനുള്ള ഒരു പോർഷനായിരിക്കും, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോർഷനായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പിൽ ഗ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, ടിമ്പർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഗ്രെയിൻസ്. അപ്പോൾ ടിമ്പറിൽ ഗ്രെയിൻസ് ഉണ്ടായിരിക്കും. ആ ഗ്രെയിൻസിന് പാരലായിട്ടാണ് നമ്മൾ ഗ്രൂവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രെയിൻസ് ആണ് ആ ഒരു അറേഞ്ച്മെൻറ്റാണ്, ഗ്രെയിൻസിൻ്റെ അറേഞ്ച്മെൻറ്റാണ് ഒരു ലെയർ പോലെ കാണിച്ചിട്ടുള്ളത് ഫിഗറിൽ. അപ്പോൾ അതിൽ ഗ്രെയിൻസിന് പാരലായിട്ടാണെങ്കിൽ അതിനെ പ്ലഗ് ഗ്രൂവിംഗ് എന്നും പറയും. അതുപോലെ ഗ്രെയിൻസിന് എക്രോസ് ആയിട്ടാണ് ഗ്രൂവ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് ക്രോസ് ഗ്രൂവിംഗ് എന്ന് പറയും. അപ്പോൾ 2 ടൈപ്പാണ് ഗ്രൂവിംഗ് ഉള്ളത്, പ്ലഗ് ഗ്രൂവിംഗ് ആൻഡ് ക്രോസ് ഗ്രൂവിംഗ്. നെക്സ്റ്റ് വൺ നോസിങ്. നോസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെർട്ടിക്കൽ സർഫസിൻ്റെ അടുത്ത് ഒരു വുഡൻ മെമ്പർ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തു നിന്ന് കുറച്ച് പുറത്തോട്ട് തള്ളി നിൽക്കുന്നുണ്ടായിരിക്കും, ഒരു ഓവർ ഹാങ്ങിങ് എഡ്ജ് ഉണ്ടായിരിക്കും. ആ ഒരു എഡ്ജിനെയാണ് നോസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ടും ഈ എഡ്ജ് ഒരു കർവ്ഡ് ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പോർഷനെയാണ് നോസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിനകത്ത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്, ഒരു ടൈൽ പോർഷൻ്റെ വെർട്ടിക്കൽ സർഫസിൻ്റെ പുറത്തോട്ട് ഒരു വുഡൻ എഡ്ജ് തള്ളി നിൽക്കുന്ന ഒരു പോർഷനാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെയാണ് നോസിങ് എന്ന് പറയുന്നത്. ഈ നോസിങ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റെയർ കേസിൽ, സ്റ്റെയറിൻ്റെ സ്റ്റെപ്സിൻ്റെ എഡ്ജിലായിരിക്കും, പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു ചെറിയ പോർഷനായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ സ്റ്റഡിങ്. സ്റ്റഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടിമ്പർ വാളിൽ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന അതിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു മെമ്പർ പ്രൊവൈഡ് ചെയ്യും, ചെറിയ വുഡൻ പീസസ് പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് സ്റ്റഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ബാറ്റൻസ്. ബാറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വുഡ് മെമ്പേഴ്സ് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് എക്സ്ട്രാ ഒരു വുഡൻ പീസ് നമ്മൾ നെയിൽ ചെയ്ത് വെക്കുകയാണ്, ആണി തറച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ്, ചെറിയ വുഡൻ പീസസ് എക്സ്ട്രാ നമ്മൾ നെയിൽ ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് ബാറ്റൺ. നെക്സ്റ്റ് വൺ വെനീറിങ്. വെനീറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരോ ആയിട്ടുള്ള വുഡൻ ബോർഡ്സിനെയാണ് വെനീഴ്സ് എന്ന് പറയുന്നത്. വളരെ സ്ലിം ആയിട്ടുള്ള വുഡൻ ബോർഡ്സ്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വുഡിന് ഗ്ലൈസിങ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ, എക്സ്പോസ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ മുകളിൽ ഒരു കവറിങ് പോലെയാണ് ഈ നാരോ ബോർഡ് കൊടുക്കുന്നത്. ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് ഏതാണ് വെനീഴ്സ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് വെനീറിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ബീഡ്. ബീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുഡൻ മെമ്പേഴ്സിൻ്റെ എഡ്ജസ് റൗണ്ടഡ് ഓർ സെമി സർക്കുലർ ഓർ കർവ്ഡ് ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബീഡ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ജോയിൻറ്റ്സ്. ജോയിൻറ്റ്സിലെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലെങ്തനിങ് ജോയിൻറ്റ്സ്, വൈഡനിങ് ജോയിൻറ്റ്സ്, ആംഗിൾ ജോയിൻറ്റ്സ്, ഒബ്ലിക് ജോയിൻറ്റ്, ബെയറിംഗ് ജോയിൻറ്റ്, ഫ്രെയിംഡ് ജോയിൻറ്റ്. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് ലെങ്തനിങ് ജോയിൻറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ലെങ്തനിങ് ജോയിൻറ്റ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വുഡൻ മെമ്പറിന് ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ജോയിൻ്റാണ് ലെങ്തനിങ് ജോയിൻറ്റ്. അപ്പോൾ ഇതിന് തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻറ്റ് ഓർ സ്പ്ലൈസ്ഡ് ജോയിൻറ്റ്സ് എന്നുള്ള പേരുകൾ പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൂഫാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ റൂഫിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ലെങ്ത്ത് ആയിരിക്കും. അപ്പോൾ ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ അത്രയും ലെങ്ത്ത് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് ഒരു വുഡൻ മെമ്പർ കൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് വുഡൻ മെമ്പേഴ്സ് ജോയിൻ ചെയ്യിക്കും. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലെങ്തനിങ് ജോയിൻറ്റ് ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ സ്പ്ലൈസ്ഡ് ജോയിൻറ്റ്.
അപ്പോൾ ഏതൊക്കെ ടൈപ്സ് ആണ് ലെങ്തനിങ് ജോയിൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ലാപ്ഡ് ജോയിൻറ്റ്. ലാപ്ഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ജോയിൻ്റാണ് ലാപ്ഡ് ജോയിൻറ്റ്. അതിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ എലിവേഷനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു വുഡൻ മെമ്പറിൻ്റെ മുകളിലേക്ക് കുറച്ച് ലെങ്ത്തിൽ എന്ത് ചെയ്യാണ്, അടുത്ത ജോയിൻ ചെയ്യുന്ന അടുത്ത വുഡൻ മെമ്പർ കയറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ഒരു ബോൾട്ട് യൂസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാം. ബോൾട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റിറപ്സ് എന്ന് പറയുന്നത് മെറ്റലിൻ്റെ കമ്പി കൊണ്ടുള്ള ഒരു കെട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റിറപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിറപ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബോൾട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ആ തരത്തിലുള്ള ജോയിൻറ്റിനെയാണ് ലാപ്പ് ജോയിൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫിഷ്ഡ് ജോയിൻറ്റ്. ഫിഷ്ഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണോ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള രണ്ട് വുഡൻ മെമ്പേഴ്സ് അതിൻ്റെ എഡ്ജസ് കറക്റ്റ് ഫ്ലാറ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് ഫ്ലാറ്റായിട്ട് റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള കട്ടിങ് വന്നിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് അതിനെ രണ്ടിനെയും ചേർത്ത് വയ്ക്കുക. അത് ചേർത്ത് വെച്ചതിന് ശേഷം ആ രണ്ടും ഫ്ലാറ്റായിട്ടുള്ള ആ സർഫസിൻ്റെ താഴെയായിട്ട് എന്ത് ചെയ്യാം, ഒരു എക്സ്ട്രാ മെറ്റൽ പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്, ഫിഷ് പ്ലേറ്റ് എന്നാണ് അതിന് പറയുന്നത്. ഒരു എക്സ്ട്രാ മെറ്റൽ പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് അതിനെ ബോൾട്ട് ചെയ്ത് വെക്കുന്നതിനാണ് ഫിഷ്ഡ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗറിനകത്ത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വുഡൻ മെമ്പറാണ് 1 കൊടുത്തിട്ടുള്ളത്, തൊട്ടപ്പുറത്തുള്ളതാണ് 2. അത് രണ്ടും ചേർത്ത് വെച്ചിട്ട് താഴെ ഒരു ഫിഷ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അത് ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിനെയാണ് ഫിഷ്ഡ് ജോയിൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സ്കാർഫഡ് ജോയിൻ്റ്. സ്കാർഫഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള രണ്ട് വുഡൻ പീസസിൽ താഴെ വയ്ക്കുന്ന ആ ഒരു വുഡൻ പീസിൻ്റെ മുകൾ ഭാഗം ഏതെങ്കിലും ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് മുകളിൽ വയ്ക്കുന്ന വുഡൻ പീസിൻ്റെ താഴ്ഭാഗത്ത് അതേ ഷേപ്പിൽ എന്താണ്, അതിന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന അതേ ഷേപ്പിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതിനെ ഒരു ഫിഷ് പ്ലേറ്റ് വെച്ചിട്ട് ബോൾട്ട് ചെയ്ത് വയ്ക്കുന്ന ആ ഒരു പ്രോസസ്സാണ് സ്കാർഫഡ് ജോയിൻറ്റ്. ഇപ്പോൾ ലെങ്തനിങ് ജോയിൻറ്റ്സിലെ ലാസ്റ്റ് വൺ, ടേബിൾഡ് ജോയിൻറ്റ്. ടേബിൾഡ് ജോയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടെൻസൈൽ ഫോഴ്സും കംപ്രസീവ് ഫോഴ്സും എടുക്കാൻ പറ്റിയ മെമ്പേഴ്സിലാണ് ടേബിൾഡ് ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാണ്, സ്കാർഫഡ് ജോയിൻറ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഗ്രൂസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെയുള്ള മെമ്പറിന് അനുസൃതമായിട്ടായിരിക്കും മുകളിലുള്ള മെമ്പറിൽ ഗ്രൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഏതെങ്കിലും സ്പെഷ്യൽ ഷേപ്പിലായിരിക്കും ആ ഗ്രൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇറ്റ് മേ ബി റെക്റ്റാങ്കുലർ ഷേപ്പ്. അപ്പോൾ അതിനെയാണ് അത് എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ഒരു ഫിഷ് പ്ലേറ്റും ബോൾട്ട്സും യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് വെക്കുന്നതിനെയാണ് ടേബിൾഡ് ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്.